കൊറിയൻ ടോപ്സുകളുടെ വെറൈറ്റികൾ കേട്ടോ. ഇതൊക്കെ സർപ്ലസ് ഐറ്റംസ് ആണ്. വാവ്, സൂപ്പർ കളക്ഷൻ. ഷീൻ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. 170 കൊറിയൻ ടോപ്സിനോ? ഇത് ഫാഷനായിട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സാധനം ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇതൊക്കെ വിശ്വസിച്ച് കല്യാണത്തിനൊക്കെ ഇട്ടുണ്ടോ കേട്ടോ, വേറെ ആരും ഉണ്ടാവില്ല. തിയേറ്ററിലൊക്കെ ഇട്ടുണ്ടോ. ജാക്കറ്റ്സ് വരുന്നുണ്ട്, കൊറിയൻ പാൻസിന്റെ വെറൈറ്റികൾ കേട്ടോ. ജീൻസ് ആണ്. ഇതൊക്കെ നെറ്റിൽ വരുന്നത്, അതുപോലെ ക്രോഷ്യയിൽ വരുന്നുണ്ട്. എഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. മോൺഫിറ്റ്, സ്ട്രൈറ്റ് ഫിറ്റ്, ബാഗി, കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ കേട്ടോ. അതെ, എത്ര സൈസിൽ വേണമെങ്കിലും വലിയ. ഏതെടുത്താലും ഇത്ര റേറ്റ് ഉള്ളൂ. ഫുൾ റിട്ടേൺ പോളിസി വരെ ഇവിടെ ഉണ്ട്. പിന്നെ പേടിക്കാനൊന്നും ഇല്ല. ഇതൊക്കെ ഫാഷൻ അല്ലേ? ഇത് ഫാഷനല്ലേ? അപ്പൊ ഈ ഒരു ചെറിയ പൊട്ടലും കീറലും ഒക്കെ ഒന്നല്ല, വലിയ വലിയ പേര് കേട്ട ബ്രാൻഡഡ് ഐറ്റംസ്. അങ്ങനെ എല്ലാം ഫ്രോക്കുകളാ. യെസ്. അപ്പൊ തല എവിടെ, കൈ എവിടെ? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമ്പോർട്ടഡ് സർപ്ലസ് കൊറിയൻ പ്രോഡക്ട്സ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതും റേറ്റ് എന്ന് പറയുമ്പോൾ വെറും 170 തൊട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇമ്പോർട്ടഡ് ഐറ്റംസ്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം? ഇത് നമ്മുടെ എറണാകുളത്ത് കളമശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതാദ്യം നമുക്ക് നോക്കാം. ഈ ഗ്രൗണ്ട് കാണുന്നത് ഫുൾ പാർക്കിംഗ് സൗകര്യമാണ്. ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ടയോട്ടയുടെ ഷോറൂം ഉണ്ട്. ഇത് HMT ജംഗ്ഷൻ്റെ ഭാഗത്താണ് കേട്ടോ ഈ ഒരു ടയോട്ട ഷോറൂം വരുന്നത്. പിന്നെ എറണാകുളം ഭാഗത്തു നിന്നാണെങ്കിൽ എടപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ HMT ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞിട്ട് ട്രെയിൻ പോകുന്നുണ്ട്. ഇവിടെ ട്രെയിൻ കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിന് താഴത്ത് കൂടെ പോവും, മുകളിൽ കൂടെ മെട്രോ പോവും. ഇത് കൂടാണ്ട് HMT ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യു ടേൺ എടുക്കണം. അത് എടപ്പള്ളി വഴിക്ക് വരികയാണെങ്കിൽ, അഥവാ നമ്മളിപ്പോൾ ആലുവ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ HMT ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞിട്ട് യു ടേൺ എടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു യു ടേൺ ലെഫ്റ്റിലേക്ക് എടുക്കണം. ഇനി ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഫേമസ് ചർച്ച് ഉണ്ട്, സോഷ്യൽ പള്ളി എന്നാണ് ഈ ഒരു ചർച്ചിനെ പറയണത്. ഇനി ഒന്നുകൂടി ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ രാജഗിരി സ്കൂളും കൂടി ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ടയോട്ട ഷോറൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാണാം. പക്ഷെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ യു ടേൺ ഒക്കെ എടുത്തിട്ട് വേണം വരാൻ. ഇവിടെ ഈ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഈ പാർക്കിംഗ് സൗകര്യത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴി ഉണ്ട് കേട്ടോ. ഈ വഴി കൂടെ അങ്ങോട്ട് കുറച്ചൊരു 10 അടി നടന്നാൽ മതി. അപ്പോൾ നമ്മൾ എത്തുന്നത് HR ക്ലോത്തിങ്. മൊത്തം ഇമ്പോർട്ടഡ് സർപ്ലസ് കൊറിയൻ ഐറ്റംസ് ആണ്. വെറും 170 റുപ്പീസാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോൾ കണ്ടോക്കിയാൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റി വരും. 10 അടി ഇറങ്ങിയാൽ മതിയിട്ട്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് HR ക്ലോത്തിങ്, രാജഗിരി റോഡ്. അത് സ്കൂളും കൂടിയാണ് കേട്ടോ, രാജഗിരി സ്കൂളും കൂടിയാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സോഷ്യൽ ചർച്ചും കൂടിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോറൂമിലേക്ക്. ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിച്ചറിയാം. ഇവിടെ ഹായ്, വെൽക്കം. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു HR ക്ലോത്തിങ്, HR എന്ന് പറയുമ്പോൾ എന്താ ഫുൾ ഫോം? എൻ്റെ പേര് ഹബീബ് റഹ്മാൻ. ഓ, അവനവൻ്റെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അടിപൊളി. ഇവിടെ ഈ HR എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പേരാണെന്ന് മനസ്സിലായി, പേരിന്റെ കൂടെ ഈ ഒരു കടയിൽ എന്താണ്? ഇത് എന്താ ഷോറൂം ആണോ, എന്താ സംഭവം? ഇത് ആക്ച്വലി ഇത് ഫുൾ ഇമ്പോർട്ടഡ് ഐറ്റമാണ്, എല്ലാം കൊറിയൻ ഐറ്റമാണ്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡി സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോഴത്തെ മോഡേൺ ഫാഷൻ ആയിട്ട് നടക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. പിന്നെ അധികം വലിയ സാധനങ്ങളുണ്ട്, അതിനേക്കാളും മേലേക്ക് മേലെ വലിയ വലിയ ഐറ്റംസ്. അപ്പൊ ഈ സർപ്ലസ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ സർപ്ലസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറെ പേർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. ഈ സർപ്ലസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡാമേജ് ആണെന്നുള്ള രീതി കുറെ അങ്ങനെയാണോ? ഇതെല്ലാം ഫ്രഷ് പീസ് ആണ്. ഇപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സാധനം ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം. അഥവാ എന്തെങ്കിലും മൈനറായിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ആക്കും. ഓ, അപ്പോൾ അതിനുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ റിട്ടേൺ ആക്കും ഇതൊക്കെ സംഭവം, ഇതൊക്കെ നമുക്ക് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ സ്റ്റാർട്ടിംഗ് റേറ്റ് 170 സ്റ്റാർട്ടിംഗ്. 170 കൊറിയൻ ടോപ്സിനോ? 170 കൊറിയൻ ടോപ്സിന്. അതും സർപ്ലസ് ഐറ്റംസ് ആണ്, ഇപ്പോഴത്തെ ട്രെൻഡി ഫാഷനബിൾ ഐറ്റംസ് ആണ് മൊത്തം ഇരിക്കുന്നത്. അതിൽ എന്തൊക്കെയാ വരിക? ബോഡിക്കോൺ, ലോങ് ഡ്രസ്, ഷോർട്ട് ഡ്രസ്, പിന്നെ ക്രോപ്പ് ടോപ്പ്, പിന്നെ കൊറിയൻ ടോപ്പ്, ഡെനിം ജാക്കറ്റ്, അങ്ങനെ കുറേ നിരവധി കുറേ സാധനം. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ ലേഡീസിനുള്ള മാത്രമേ ചെയ്തത്. അപ്പോൾ ഈ ജെൻസിനായിട്ടില്ലേ?
ജെൻസിന് നമുക്ക് ജീൻസ് മാത്രമേ ഉള്ളൂ. ജീൻസ് അതും ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഓക്കെ. അപ്പൊ ഇതൊക്കെ കുറെ വെറൈറ്റീസ് നമുക്ക് കാണാനുണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് പിടിക്കേണ്ടത്? ഫസ്റ്റ് കുറെ ഉണ്ട്, ലോങ് ഡ്രസ് കുറെ ഈ ഡിസ്പ്ലേ കൂടാണ്ട് കുറെ ഇങ്ങനെ ചാക്കുകളിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഇവിടെ ഒക്കെ ചാക്കിലും കുറെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറെ ഇങ്ങനെ ചാക്കിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ് കേട്ടോ. അപ്പൊ ഇത് ആക്ച്വലി റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ ആണ്. അതുകൊണ്ടാണ് ഈ ചാക്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. കാരണം റീറ്റെയിൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ പോലെ വരാം അല്ല. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് അല്ലേ, ഇതൊക്കെ ഇന്നലെ വന്ന സ്റ്റോക്ക്. അപ്പൊ ഇവിടുന്ന് ഓരോന്നോരോന്ന് എനിക്ക് കാണിച്ചു തരും. എനിക്കും എന്റെ വ്യൂവേഴ്സിനും എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓരോന്നൊന്നും എടുത്ത വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് മൊത്തം ലോങ് ഡ്രസ്സസ് ആണ്. ഇതാ ലോങ് ഡ്രസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊക്കെ സർപ്ലസ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ വേറൊരു സൈസോ അല്ലെങ്കിൽ പാറ്റേണോ ഡിസൈൻസോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ ഒരു ഒറ്റ പീസ് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് സർപ്ലസ് ഐറ്റംസ് ആണ് അല്ല. സൈസസ് ചോദിച്ചാൽ കിട്ടില്ലല്ലോ. ഇല്ല ഒന്നിലൊന്നും ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഒരു സാധനം ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്താൽ പോലും ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നല്ല, മൊത്തം എല്ലായിടത്തും ഫുള്ള് ചെക്ക് ചെയ്താലും കിട്ടില്ല. ഒരെണ്ണത്തിലൊന്നും ഉണ്ടാവും, ഒരു പീസേ ഉണ്ടാവുള്ളൂ. ഇത് സ്മോൾ സൈസ് ആയിരിക്കും, പക്ഷെ സ്മോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് മീഡിയം വേറെ വല്ലയിടത്തും ഉണ്ടാവും. പക്ഷേ ഇത് ഒരു സ്മോൾ എന്ന് വെച്ചാൽ സ്മോൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വേറെ സൈസസ് ചോദിച്ചാൽ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ ഇതിൽ തന്നെ വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഷർട്ട് മോഡൽ വേണമെന്ന് വെച്ചാൽ ഷർട്ട് മോഡൽ ഉണ്ട്. ഒക്കെയും ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതൊക്കെ ലോങ് കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്ര പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് പോണം. ഇപ്പൊ ഈ ഹോൾസെയിൽ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ എത്ര പീസ് എടുക്കണം? 50 പീസെങ്കിലും എടുക്കണം. പിന്നെ 170 സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ. ഇത് എപ്പോഴും ഈ 170 എപ്പോഴും ഉണ്ടാവും ഈ റേറ്റ്? ഇല്ല, അത് സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി പോലെ ഉണ്ടാവും. എപ്പോഴും വീക്കിലി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റും മാറും. അപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ ഇരിക്കുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് പറയുന്നത്. എന്നിട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 170 തൊട്ട്. നമ്മൾ ഫുൾ റേറ്റ് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഹോൾസെയിലാണ്, അവർക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യേണ്ടത്. റീറ്റെയിൽ സെയിൽ ഇല്ല. ഒരു പീസ് 2 പീസിനായിട്ട് ആരും വിളിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ 50 പീസിനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം, വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ത്രൂ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കൊറിയർ അയച്ചു തരും. ഓക്കെ. അപ്പോൾ അടുത്ത പീസ് നോക്കിയാലോ നമുക്ക്? വെറൈറ്റികൾ ഇതാ വെറൈറ്റികളാണ്. ഇതിൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ. മറ്റേ ഇതേപോലത്തെ സെയിം ഉണ്ടാവില്ല കേട്ടോ. വേറെ വേറെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടോ, അടിപൊളി ഐറ്റംസ് ഒക്കെ കണ്ടോ. അടിപൊളി ഐറ്റംസ് ഇനി വരുന്നുള്ളൂ. ഇതൊക്കെ ലോങ്ങിലും അതുപോലെ മിനി സ്കർട്ടിലൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അക്രമം സംഭവങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഇതാ ഇതൊക്കെ ലോങ് ആയിട്ട് വരുന്നത് അല്ലേ, അടിപൊളി ആയിട്ട് അല്ലേ. ഫ്രോക്ക് ടൈപ്പ് കുറച്ച് വെറൈറ്റി ആണല്ലോ, ബെൽറ്റൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സൈസസ് ചോദിച്ചാൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അപ്പ കൈയോടെ പർച്ചേസ് ചെയ്തോ. ഇനിയിപ്പോൾ ഒരെണ്ണത്തിലൊരു പീസ്. ഇനിയിപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് സെയിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെയിം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാലും കിട്ടാൻ സാധ്യത. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് കല്യാണത്തിന് കിട്ടുന്നുണ്ടോ കേട്ടോ, വേറെ ആരും ഉണ്ടാവില്ല. തിയേറ്ററിലൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടാവില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഒരു ഡിഫറെന്റ് ലുക്ക് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ശരിക്കും ഇതൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെന്നൊന്ന് സൂചിപ്പിക്കാൻ പറ്റും? ബ്രാൻഡ്സ് കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10,000-2000-ഓളം പേരുള്ള ബ്രാൻഡുകളുണ്ട്. അത്രയും അധികം ബ്രാൻഡ്സ് വരുന്നുണ്ടല്ലേ. ഓക്കെ സർപ്ലസ് ആണ്. ഇതിപ്പോ ഒരു ബ്രാൻഡ് ആണെങ്കിൽ ഇത് വേറെ ബ്രാൻഡ് ആയിരിക്കും. ഒരു ബ്രാൻഡിൽ തന്നെ ഫുൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു 10 എല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ബ്രാൻഡ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ബ്രാൻഡുകളൊക്കെ കാണുന്നതും കേൾക്കണത്. കുറച്ച് ബ്രാൻഡല്ലേ അറിയാവുന്നത്, ഒരുപാട് ബ്രാൻഡ്. പക്ഷെ നമ്മൾ പേര് കേട്ട കുറെ നല്ല ബ്രാൻഡ്സ് അതുവരെ ഇവിടെ ഉണ്ട്. നമ്മൾ എടുത്ത് പറയുന്നില്ല ബ്രാൻഡ്സിന്റെ പേര്. കാരണം ഈ ബ്രാൻഡ്സിന്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് മാത്രം ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുകളുണ്ട്. അപ്പൊ ചിലപ്പോൾ ആ സമയത്ത് അത് സ്റ്റോക്ക് ഉണ്ടാവില്ല. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ട്. ഈ സർപ്ലസിന്റെ ഒരു ദോഷം അതാണ്. നമുക്ക് വിചാരിച്ച സൈസ് കിട്ടില്ല, വിചാരിച്ച ഐറ്റം ചിലപ്പോൾ കിട്ടിയ. പക്ഷെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അത് ബ്രാൻഡഡ് ഐറ്റംസ് ആണ്, സർപ്ലസ് ഐറ്റംസ് ആണ് വരുന്നത്. ഇവർ ഫുൾ ലോട്ട് എടുക്കുമ്പോൾ ഒരു ചാക്കിൽ ചിലപ്പോൾ 400-500 പീസ് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ എപ്പോഴെന്താ വരാന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ലാത്തത് കൊണ്ട്, നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ എപ്പോഴാണ് വരാമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇപ്പം നാളത്തെ ഫാഷൻ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ട്രെൻഡ് വേറെ പുതിയത് വരും അല്ലേ. ഇനി ഒരു 2-3 ഐറ്റം കൂടി.
ഇതും കൂടി കാണിച്ചു കൊടുത്തൊന്ന് കാണിച്ചോ. എന്താ ഇതൊരു നല്ല അടിപൊളി വയലറ്റ് ഷെയ്ഡിൽ, ലൈറ്റ് വയലറ്റിൽ നല്ല അടിപൊളിയാട്ടോ. ആ ടമ്മി കഴിഞ്ഞിട്ട് ഒരു ഫ്രില്ലിൻ്റെ പോർഷനും, പിന്നെ തുണി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയൽ. നമ്മുടെ ഇവിടെ ഇന്ത്യൻ ബ്രാൻഡ് ഒന്നല്ല, ഒക്കെ പുറത്തത്തെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത് മൊത്തം. അയ്യോ വിഷമിക്കണല്ലേ. അപ്പൊ അങ്ങനത്തെ വലുതുണ്ടെങ്കിൽ നോക്കി ഇവിടെ വെക്കുക, അപ്പൊ ആണുങ്ങളും വരും. ജീൻസ് മാത്രം. ജീൻസിന് എങ്ങനെയാ ഇപ്പൊ അതും ഹാൻഡ് പിക്ക് ആയിട്ട് എങ്ങനെ 50 ഡിഫറെന്റ് സൈസസ് ആയിട്ട് അങ്ങനെയല്ലേ എടുക്കേണ്ടത്? കസ്റ്റമേഴ്സിന് നോക്കി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നേരിട്ടിട്ട് കൈയോടെ വന്ന് വലിച്ചു വരി. ഇത്രയും സൈസ് മുതൽ എടുക്കണം അങ്ങനെ നമ്മൾ സാധാരണ ഇഷ്ടമുള്ള സൈസ് മാത്രമായിട്ട് നമ്മൾ സാധാരണ പറയണത് ഹോൾസെയിൽ എന്നൊക്കെ പറയുമ്പോൾ സെറ്റ് ടു സെറ്റ്, അല്ലെങ്കിൽ മീഡിയം ടു XL XXL വരെ എടുക്കണം. ഇവിടെ അങ്ങനെയല്ല, ചിലതിനൊക്കെ മാത്രം സൈസസ് ഉണ്ടാവുള്ളൂ, ചിലതൊക്കെ ആണെങ്കിൽ ഫ്രീ സൈസസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്താ എപ്പോൾ കിട്ടാന്നുള്ളത്. സർപ്ലസ് ആയതുകൊണ്ടാണ് ഇത്രയും ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ക്രോപ്പ് ടോപ്പിൽ കിടക്കാം അല്ലേ? അതെ അതെ, അത് കസ്റ്റമേഴ്സേ അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത്. ഇപ്പം ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് ഇവിടുന്ന് എടുത്ത് അവിടെ ഇട്ടു, അവിടുന്ന് എടുത്ത് ഇവിടെ ഇട്ടു. അപ്പം ഒരു 2 മണിക്കൂറായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണു കസ്റ്റമേഴ്സിൻ്റെ തിരക്ക് കാരണം. ഇതൊക്കെ കൊറിയൻ ടോപ്സ് അല്ലേ? കൊറിയൻ ടോപ്സുകളുടെ വെറൈറ്റികൾ കേട്ടോ. അതിൽ പല വെറൈറ്റി പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ബട്ടൺ ഉള്ളതുണ്ട്, ഫ്രണ്ട് ബട്ടൺ ഇല്ലാത്തതുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിന് ഒന്നും സൈസസ് ഇല്ല, ഇതൊക്കെ ഫ്രീ സൈസസ് ആണ് വരുന്നത് കേട്ടോ. അതാ പറഞ്ഞ ഫ്രീ സൈസസ് ആണ് ഒക്കെ. ഈ വലിയ ടൈപ്പ് സ്ട്രക്ചറബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എത്ര സൈസുള്ളവർക്ക് വേണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷേപ്പിൽ അങ്ങനെ കിടക്കും. ഇതിൻ്റെ തന്നെ വെറൈറ്റികൾ വേറെ ഉണ്ടാവും. ഈ സെയിം പീസ് ചോദിച്ചാൽ അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ചേഞ്ച് അല്ലെങ്കിൽ സൈസസ് ചോദിച്ചാൽ ഉണ്ടാവില്ല. അതാണ് സർപ്ലസിൻ്റെ ഒരു ഇതെന്ന് പറയണത്. പക്ഷേ എല്ലാ ഐറ്റംസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നടക്കുന്ന എല്ലാ ഐറ്റംസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതൊന്ന് കാണിച്ച്. വാവ്, അടിപൊളിയായിട്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളിങ്ങനെ തിളങ്ങണതും മിന്നണത്. നമുക്ക് ഈ സ്വീക്വൻസ് വർക്ക് ആയിട്ടുള്ളത് വരുന്നുണ്ട്, നമുക്ക് ആ ഒരു ഷിമ്മറി ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇതൊക്കെ ക്രോപ്പ് ടോപ്പിൽ കുറേ കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. കണ്ടോ, ഇതൊക്കെ അടിപൊളിയായിട്ടല്ലേ. ഇത് ഫാഷനായിട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഫാഷൻ ഉള്ളവർക്ക് നടക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. കാരണം ഇത് കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. സിംഗിൾ പൈസ ആയിട്ട് അവൈലബിൾ അല്ല, കടക്കാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ കടക്കാർക്ക് അതിലും ഒരു ഫാഷൻ ട്രെൻഡായിട്ട് വെക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് ശരിക്കും? 7 മണി വരെ. സൺഡേ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഏത് വേണമെങ്കിലും. ഇനി ഇത് ഡിസ്പ്ലേ കൂടാണ്ട് ചാക്കിൽ വേണമെങ്കിൽ ചാക്കൊക്കെ പൊട്ടിച്ച് നിങ്ങൾ എടുത്തോ. കസ്റ്റമർ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമർ ഒരു ബണ്ടിൽ പൊട്ടിച്ചു കൊടുക്കും, അവരവിടെ ഇരുന്ന് സമാധാനമായിട്ട് നോക്കി സെലക്ട് ചെയ്ത് എടുക്കൂല. അത് ശരി തന്നെ കേട്ടോ. കാരണം ഒരുപാട് ചാക്കുകൾ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇവിടെയും കുറെ 2-3 ഇത് കസ്റ്റമർ എടുത്തുവെച്ച കസ്റ്റമറുടെ ബാഗാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും ഇത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബോഡിക്കോണിൽ തന്നെ നല്ല നല്ല വെറൈറ്റികൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് കണ്ടില്ല, അത് അപ്പുറത്തെ സൈഡായിരിക്കുന്നത് ചാക്ക്. ആ ചാക്ക് പൊട്ടിക്കാം. പിന്നെ ഈ സൈഡ് എന്തായിരിക്കുന്ന ഐറ്റംസ്? മിക്സുകൾ. ഇതാ ഇതൊക്കെ ജീൻസിന്റെ മുകളിലാണ്. ജീൻസ് എന്നല്ല, ഫാഷനായിട്ട് നടക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാന്നല്ലേ ടോപ്പുകൾ കേട്ടോ. അതെ, ഇതൊന്നല്ല കേട്ടോ. ക്രോഷിയയുടെ നല്ല നല്ല വെറൈറ്റികളുണ്ട്. ക്രോഷിയ ടോപ്സിൻ്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻ. പിന്നെ സീസൺ അനുസരിച്ചിട്ടല്ല ഇവിടെ ഉണ്ടാവുക. എപ്പോഴും ഏത് സീസണിനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇപ്പം വിന്റർ ആയാലും സമ്മർ ആയാലും നമുക്ക് ഏതൊരു സീസണിലും അത് സീസൺ ഇത് ഈ ഫുൾ പാക്കിങ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരിട്ട് തന്നെ വന്ന് നോക്കി എടുക്കുക തന്നെ വേണം കേട്ടോ. കാർഡിഗൻ്റെ വെറൈറ്റികൾ നിറയെ ഉണ്ട്. എവിടെ നിന്ന് എന്തെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനായി. ഇതിങ്ങനെ നേരിട്ട് വന്ന പാക്കറ്റിൽ നിന്ന് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കാൻ പറ്റൂലേ? ഇഷ്ടമുള്ളത് ഏത് വേണേ. ഇത് ഷ്രഗ് മോഡൽ, ഷ്രഗ് കേട്ടോ. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വന്ന് നോക്കി സമാധാനത്തിൽ രാവിലെ തന്നെ നേരത്തോടെ വന്ന് ചൂസ് ചെയ്യാം. ഇതിൻ്റെയും വെറൈറ്റികൾ ഷ്രഗ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്.
ഇതൊക്കെ ക്രോഷ്യ മോഡലാണ്, ഫ്രീ സൈസാണ് വരുന്നത്. ക്രോഷ്യ ഇതിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഷിമ്മറിയിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെറൈറ്റികൾ. എവിടെ നിന്ന് ഏതെടുക്കുന്ന ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ. ഇഷ്ടംപോലെ വെറൈറ്റി. ഇത് പിന്നെ ലീവ സർട്ടിഫൈഡ് ആണ്. ലീവ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലോത്ത് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കൂടും. ഇത് ലോങ് ആയിട്ട് വരുന്നുണ്ട്. ഷ്രഗിൽ തന്നെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ഇതൊക്കെ ലോങ്, കുറച്ചുകൂടി ലോങ് ഒരു ലെങ്ത് വരെ വരുന്നുണ്ട്, കുറച്ചുകൂടി ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്, ക്രോപ്പ് ടോപ്പ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതിൽ തന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുപോലെ കനം കൂടിയതുണ്ട്, കുറഞ്ഞതും ഉണ്ട്. ഇതൊക്കെ കനം കുറഞ്ഞത് ഷിമ്മറിയിൽ വരുന്നതാട്ടോ. അതായത് ഇതിലൊരു ഗോൾഡൻ്റെ വർക്കൊക്കെ കണ്ടാ. ഇത് റഫൽ മോഡലായിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു 2 സൈഡിൽ റഫലായിട്ട് കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിൽ. പിന്നെ ഒരുപാട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇപ്പം നേരിട്ട് അവർക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ഷോറൂം അതെ എവിടെയാ വഴി പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്ക്. എനിക്ക് ചമ്മലാന്ന് പറയാനായിട്ട്. എറണാകുളത്ത് രാജൂരി സ്കൂളിന്റെ തൊട്ടടുത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ പള്ളി ഉണ്ട്. അത് ആ റോഡ് നേരെ വരുമ്പോ തന്നെ എറണാകുളത്ത് കളമശ്ശേരി അത് മറന്നാ? ഒക്കെ മറന്നു. എറണാകുളത്ത് കളമശ്ശേരിയിൽ KMT ജംഗ്ഷന്റെ അടുത്തായിട്ട് തന്നെ സോഷ്യൽ ചർച്ച് ഉണ്ട്. അതിന്റെ അടുത്തായിട്ടാണ് ഈ വഴിന്റെ പേരുണ്ടോ? 260 കണ്ടോ? ബിൽഡിംഗ് നമ്പർ 260. ബിൽഡിംഗ് നമ്പർ 260. യൂട്ടേൺ തിരിയണം കണ്ടോ. കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ലൊക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഞാൻ ഫസ്റ്റിലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വന്നിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് എവിടെന്നെങ്കിലും വേണമെങ്കിൽ പിക്ക് ചെയ്യാം. പക്ഷേ ജംഗ്ഷൻ വരെ തന്നെ എത്തണം. വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ കളക്ഷൻസ് അടുത്തേക്ക് കടന്നാലോ? ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ. പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ആയതുകൊണ്ടേ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നെറ്റിൻ്റെ അല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതൊക്കെ ടോപ്പുകളിൽ വരുന്ന കളക്ഷൻസ്. ഇതിപ്പോൾ ലോങ് ആണെങ്കിൽ ഇത് ഷോർട്ട്, അതുപോലെ തന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു മെഗാ സ്ലീവ് ടൈപ്പായിട്ട് വരുന്നത്, ഒക്കെ ഹക്കൂബ ടൈപ്പായിട്ട് അങ്ങനത്തെ വരുന്നത് കുറേ ഉണ്ട്. കുറേ എവിടെ നോക്കി എന്തൊക്കെ എടുക്കുക. ഇതൊക്കെ കളക്ഷൻസാണ് കാണുന്നത്. മൊത്തം വരുന്നത് കളക്ഷൻസാണ്. ഇതൊക്കെ നെറ്റിൽ കണ്ടോ. ഇതൊക്കെ നെറ്റിൽ വരുന്നത്, അതുപോലെ ക്രോഷ്യയിൽ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വെറൈറ്റി. ഇതൊക്കെ ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് സിമ്പിൾ ഒരു സ്ലീവ്ലെസ്സിൽ വരുന്നത്. ഇത് ഇവിടെ ഓപ്പണിംഗ് ഇല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ടാൻ ടോപ്പ് വരെ ഇവിടെ ഇല്ല. ഈ സംഭവം അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടാൻ ടോപ്പ് അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ഇനിയിപ്പോൾ അതിനും പുറത്തേക്ക് പോകണ്ട. അതൊക്കെ ഇവിടെ കിട്ടും. എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ 170 സ്റ്റാർട്ടിങ് റേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കുറേ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഹോൾസെയിലായിട്ട് 50 എണ്ണം കിട്ടുള്ളൂ കേട്ടോ. 1-2 പീസ് കിട്ടില്ല. അപ്പം ഞാൻ അതന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാം. കാരണം റീറ്റെയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റീറ്റെയിലൊക്കെ നമുക്ക് പിന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ട്, വെറുതെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രോഷ്യയിൽ വരുന്ന കളക്ഷൻസ്. കൊറിയൻ പാൻ്റ്. ഇത് നല്ല മൂവ്മെന്റ്. ഇത് ഞാൻ ഇവിടെ എവിടെ വെച്ചാലും കണക്കാണ്. കാരണം എവിടെ നോക്കിയാലും തുണിയാണ് മൊത്തം. കൊറിയൻ പാൻസിന്റെ വെറൈറ്റികൾ. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സൈസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 28 മുതൽ സൈസ് വേണം. 36 വരെ ഉണ്ടാവും. 36 കുറവായിരിക്കും. 34. കാരണം ഇങ്ങനത്തെ ഈ ഫാഷനബിൾ കൂടുതൽ ഈ മെലിഞ്ഞ ആൾക്കാരാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൊറിയൻ പാൻസിന്റെ വെറൈറ്റികൾ കേട്ടോ. ഓരോ ഫിറ്റിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. വേറെ 2-3 ഞാൻ കാണിച്ചുതരാം. ഇത് കാണിച്ചിട്ടില്ല. ഇതൊന്ന് കൊറിയൻ പാൻസിന്റെ. ഇതൊക്കെ ഈ ഭാഗത്താണോ പാൻസിന്റെ സെക്ഷനൊക്കെ? ഇങ്ങോട്ടൊക്കെ വയ്യോ. ഇതൊക്കെ പാന്റിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ ഫുള്ള് ഇവിടെ ജാക്കറ്റുകൾ. യെസ്, ജാക്കറ്റ്സ് വരുന്നുണ്ട്. ജാക്കറ്റുകൾ അതിൽ പല മോഡൽസ് ആയിരിക്കും. എപ്പോഴും ഇപ്പോൾ ഒരെണ്ണം കണ്ടാൽ അതിൻ്റെ ഡിഫറെൻറ്റ് അതന്നെ സെയിം ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും എടുത്ത് പറയുകയാണ്, സർപ്ലസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇതൊക്കെ ഉണ്ടോ പുതിയ ട്രെൻഡി കളക്ഷനാണ് വരുന്നത്. അതുപോലെ സൈസസും ചോദിച്ചാൽ ഉണ്ടാവില്ല. ഇപ്പം നിലവിൽ എന്താ ഉള്ളത് അതെടുത്ത് പിക്ക് ചെയ്ത് പോകണം അല്ലേ. ഒക്കെ ഡെനിമിൻ്റെ വെറൈറ്റികൾ. ബണ്ടിൽ
ഇത് മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ചാക്കുകൾ ഇതായത് നിറഞ്ഞിരിക്കണം ചാക്ക്. ഇതൊക്കെ ഇനി പൊട്ടിച്ചൊക്കെ കയറ്റാനുള്ളതാണ്. ചാക്ക് അവിടെ ഇവിടെ കയറ്റാൻ എല്ലായിടത്തും കുറേ കാണും. ഇതൊക്കെ ഫുൾ ജീൻസുകൾ. ഈ ജീൻസ് ലേഡീസിൻ്റെയാ ജെൻസിൻ്റെയാ? ഇത് ലേഡീസും ജെൻസും മിക്സ് ആണ്. കൊറിയൻ പാന്റ് ഒന്ന് കളർ ഒഴിക്കും. കളേഴ്സ് മാറി മാറി വരും അല്ലേ എപ്പോഴും? അതെ, ഇതൊക്കെ കൊറിയൻ്റെ പാൻസുകളാണ് കേട്ടോ വരുന്നത്. കൊറിയൻ പാൻസ്, സർപ്ലസ് ഐറ്റംസ്, പലാസോ ടൈപ്പ്, ഒരു നീ ലെങ്ത്, ഒരു നീനേക്കാളും കുറച്ചുകൂടി അങ്ങനെ വരുന്ന കളക്ഷൻ. പിന്നെ ഇത് അതിൻ്റെ കളർ ചേഞ്ച് അല്ലേ? കളർ ചേഞ്ച് അല്ല, അതിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. പോക്കറ്റിനൊക്കെ സെയിം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. നേരത്തെ കണ്ടില്ല, അതിൻ്റെ ബാക്കിൽ പോക്കറ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് ലേഡീസിന്റെ ജീൻസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ജീൻസുകൾ. ജീൻസിൽ തന്നെ ഏത് തരം ജീൻസ് ഒക്കെ ഉണ്ട്? മോംഫിറ്റ് ഉണ്ട്, മോൺഫിറ്റ്, സ്ട്രൈറ്റ് ഫിറ്റ്, ബാഗി, കുറേ പേരുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വയല് വരുന്ന ജീൻസിലെ എല്ലാം പേരുകളും ഇവിടെ ഉണ്ട്. പല ഡിഫറെന്റ് ഫിറ്റ് ഉണ്ട്. കാരണം ഈ ഫിറ്റ് ആയിരിക്കൂല ഇതിൽ ആകുമ്പോ വ്യത്യാസം ഉണ്ട് അല്ലേ? കളറ് കണ്ടോ? കളറ് കണ്ടോ? അടിപൊളി കളർ. പാരച്യൂട്ട് ഈ ഫിറ്റ് നോക്കിയാൽ ഇതാകുമ്പോ കുറച്ച് പലാസോ ടൈപ്പ് ആയിരിക്കണം. പാരഷൂട്ട് പോലെയല്ല, പാരഷൂട്ട് തന്നെ. അങ്ങനെ ചെറുത് ഇതാ ചെറിയ സൈസ്, വലിയ സൈസ്. ഇതിപ്പോ 26 ആണ് കേട്ടോ സൈസ്. 24 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. 24 ഇതാണോ? 24 മുതൽ സ്റ്റാർട്ടിങ്. ജീൻസിൽ മാത്രം. ജീൻസിന്റെ ഇത്ര അധികം കളക്ഷൻസ്. അത് ഡിസ്പ്ലേ മാത്രം. കാർഗോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതും ആ മോളിൽ ഒരു ഗ്രീൻ കളർ ഫ്ലോറസെന്റ് അതൊക്കെ ഇട്ടിട്ട് നടക്കാം. പൂരപ്പറമ്പ് ആരും നോക്കാണ്ടിരിക്കില്ല അല്ലേ? തിരിഞ്ഞു നോക്ക, ഇത് ഏതാ സ്റ്റൈൽ എന്നാണ് പിന്നെ ചിന്തിക്കണത്. ഇത് എവിടെ നിന്ന് എടുത്തേന്ന് പിന്നെ ചോദിക്കും. അപ്പോഴും നമുക്ക് ഇവിടെ പേര് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഒരു കൗണ്ടറാ പിന്നെ കാണുന്ന വ്യൂവേഴ്സിന്. ഇല്ലില്ല, ഇതൊക്കെ ഒരു ഫാഷൻ അല്ലേ? ഫാഷൻ എന്ന് പറയുമ്പോ അതില് കളറും ഇല്ല, അതിനൊരു ഇതില്ല. ഒക്കെ ഇടണത് നമ്മൾ ഫാഷനാണ്. നമുക്ക് എന്താ കംഫർട്ടബിൾ. മുമ്പായിരുന്നു എല്ലാരും കളർ നോക്കി. ഇപ്പൊ കറുപ്പാണെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള മാച്ചേ അല്ല, ഇഷ്ടമുള്ള കളർ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. ഫാഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഇടണം, നമുക്ക് എന്താ കംഫർട്ടബിൾ, അതാണ് ഫാഷൻ. ഇപ്പൊ ചിലവർക്ക് എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, 2 പീസിൽ ഇട്ട് നടക്കണം, അതാണ് കംഫർട്ട്. അതും ഒരു ഫാഷൻ തന്നെയാണ്. അത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത്, അതെ, അത് അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സും ചൂസ് ചെയ്യാം. അതിന് ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട്. ഇപ്പൊ ഓറഞ്ച്, ഗ്രീൻ, ഫ്ലോറസന്റ് കളറൊക്കെ ഇടണം, അതൊക്കെ ഒരു ട്രെൻഡ് ഇല്ലേ? വലിയ വലിയ പേര് കേട്ട ആൾക്കാരൊക്കെ വരെ അത് ഇടണം. പിന്നെന്താ നമുക്ക് ഇട്ടൂടെ? അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊക്കെ 26 അല്ലേ? ഡബിൾ ഷെയ്ഡ് ബൂട്ട് കട്ടിൽ വരുന്ന. ഓക്കെ. കളർ എന്ന് പറയുമ്പോൾ എല്ലാ തരം കളേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഓരോരോ ലോട്ട് പൊട്ടിക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യണത് ആൾക്കറിയാം. നമ്മൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് കളക്ഷൻസ് അറിയാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ അപ്പോൾ രാവിലെ തൊട്ട് ചെയ്യാമല്ലോ അല്ലേ? ഇത് സമയം കൊടുക്കും, സ്ലോട്ട് കൊടുക്കും. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ദിവസം 3 കസ്റ്റമറാണ് മാക്സിമം നോക്കണം. 3-4 കസ്റ്റമർ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ അടുത്തിങ്ങനെ ടൈം കൊടുക്കും. എന്നാലേ വരുന്നവർക്ക് ഇരുന്ന് നിന്ന് സമാധാനമായിട്ട് ഇവിടുന്ന് പോകാം. കാരണം എല്ലാം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഇതെന്ന് പറയുമ്പോൾ പൊട്ടിച്ച് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്ത് സൈസ് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. മറ്റേ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. സാമ്പിൾ പീസ് വേറെ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ എടുത്തിട്ട് അത് ബില്ലിംഗ് സെക്ഷനിൽ ഇടുക ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ലൈവായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യുക. അത് അവിടെ സെലക്ട് ചെയ്ത് വെച്ച് കൈയോടെ നിങ്ങൾക്ക് പാക്ക് ചെയ്യിപ്പിക്കാം. ഇല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ഇങ്ങനെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അതിനായിട്ട് ഡാമേജ് കാണുകയാണെങ്കിൽ അത് ചെറിയൊരു ഡാമേജ് കിട്ടോ. നമ്മൾ റിട്ടേൺ ആക്കി തരും. കാരണം വലിയ ഡാമേജസ് ഒക്കെ ഏകദേശം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ ഇപ്പോൾ ഒരു നൂലിൻ്റെ ഒരു ഭാഗം ചെറിയ പൊട്ടില്ല, അങ്ങനത്തെ കണ്ണിൽ പെടാത്ത സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിന് പകരം വേറെ കൊടുക്കും. അങ്ങനെയല്ല. പിന്നെ കസ്റ്റമർ കൊണ്ടുപോയി അവരുടെ കസ്റ്റമർ എന്തെങ്കിലും മേടിച്ച് 3-4 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മളത് റിട്ടേൺ ആക്കി കൊടുക്കും. സാധാരണ അത് അങ്ങനെ ചെയ്യാറില്ല അല്ല. സാധാരണ അത് ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോ ആ കസ്റ്റമർക്കാർ അടിച്ചിട്ട് പിന്നെ അത് പറ്റില്ല ഇത് പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, ഫുൾ റിട്ടേൺ പോളിസി ഇവരെ ഇവിടെ ഉണ്ട്. പിന്നെ പേടിക്കാനൊന്നും ഇല്ല. എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്തായിട്ടാണ് കിടക്കുന്നത്?
മൊത്തം അവര് സെലക്ട് ചെയ്തതാണോ? അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഫ്രോക്ക് ഐറ്റങ്ങളാണ്, അവരുടെ സെലക്ഷൻ ആണ് അല്ലേ? ഇതൊക്കെ ജീൻസിന്റെ പല വെറൈറ്റി ഉണ്ടോ. ഇതാ ഇപ്പുറത്ത് നിന്നോളൂ, അപ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും കാണിക്കാൻ. ജീൻസിന്റെ വെറൈറ്റികൾ, കളേഴ്സ്. വാവ്, ഇത് മെൻസിന്റെ ജീൻസ് ആണ്, പക്ഷെ ഇതിലോട്ട് തീർന്ന്. ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്കി, കണ്ടുപിടിക്കണ്ട. ഈ കണ്ടുപിടിക്കില്ല ശരിക്കും പറയാം, ഇങ്ങനെയായി ശരിക്കും അങ്ങോട്ട് കാണിക്കാൻ നല്ലത്. ഇതിന്റെ ഇനി ശരിക്കുള്ള പ്രൈസ് പറയുമ്പോൾ 500-ന്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ല, അതിന്റെ പ്രൈസ് നോക്കിയേ എത്രയായിരിക്കും പ്രൈസ്? ഞാൻ ഊഹിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കട്ടെ, ഈ പ്രൈസ് ടാഗ് വിട്, ഇവിടുത്തെ റേറ്റ് പറയാൻ പറ്റുമോ? ഇവിടുത്തെ റേറ്റ് ഒക്കെ മേളാണ്. ഇത് ഇമ്പോർട്ടഡ് ഐറ്റം. ഇത് അപ്പോൾ ഇതിന്റെ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓൺലൈൻ എങ്ങനെയത് ചെക്ക് ചെയ്യുക? ഈ സർപ്ലസ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആഡ് ഓഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, പുറത്തെ ബ്രാൻഡാണ്. ആഹാ, ഓക്കെ. അത് ഇതാ ആഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. നമുക്ക് സാധാരണ ഗൂഗിളിൽ അടിച്ച് ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ജീനൊക്കെ നോക്കി, ഇത് ഇതിലോട്ട് തീർന്നതാണ്. ഇത് ഒറ്റ പീസ് ചെറിയത്, ഈ മൈനറേ ഉള്ളൂ. ഇത് ഇത് ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കണം. ഓക്കെ ഓക്കെ, ഈ ഒരു ഡാമേജ് ഉള്ളത് കൊണ്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുക, കൊടുക്കാതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ സംഭവമാണോ സ്കാൻ ചെയ്യേണ്ടത്? സാധാരണ അല്ല, ഓൺലൈനിൽ ഇത് അടിച്ചു നോക്കിയാൽ മതി. ഈ ഡേറ്റ് അടിച്ചു നോക്കിയിട്ട് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ എക്സാക്ട് പ്രൈസ് അതിൽ കാണാം. പക്ഷെ ഇവിടത്തെ അല്ല, ടാഗിലെ പ്രൈസ്, ടാഗിലത്തെ പ്രൈസ് തന്നെയായിരിക്കും ഗൂഗിൾ മറ്റേ ഇതിൽ വരാം. പക്ഷെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അത് പുറത്തേക്ക് വരുത്തിക്കാൻ നോക്കാം. നിവർത്തിയില്ല കേട്ടോ, പറയാം. അപ്പൊ ഇതിന്റെ റേറ്റ് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വരും. പക്ഷെ ഇതിനൊരു ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് ഈ ഒരു പീസ് നമ്മൾ കൊടുക്കുന്നതല്ല. ചെറിയ ഒരു ഡാമേജ്, ഒരു പിന്നി പോയിട്ടുള്ള കൊടുക്കാറില്ല. ഇതാ ഇങ്ങനെ അത് മേടിക്കാൻ നിങ്ങൾ അറിഞ്ഞിട്ട് മേടിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം, അറിഞ്ഞിട്ട് മേടിക്കാം. അത് ഈ കീറിയതൊന്നും ഒന്നുമല്ല, ഇതിനേക്കാളും വലിയ കീറിയ സാധനങ്ങൾ ഇടുന്നില്ലേ? ഇല്ലേ, അല്ല, ഇതിനേക്കാളും വലിയ കീറിയ സാധനങ്ങളൊക്കെ ഇടണം. ഇതൊക്കെ എന്താ പിന്നെ ഇതിനൊക്കെ അല്ലല്ല, ഇതൊക്കെ ഫാഷൻ അല്ലേ? ഇത് ഫാഷനല്ലേ? അപ്പൊ ഈ ഒരു ചെറിയ പൊട്ടലും കീറലൊക്കെ ഒന്നുമല്ല. അതാണ് നമ്മള് സത്യസന്ധമായിട്ട് നടക്കുന്നതുകൊണ്ട് നല്ല സാധനം കൊടുക്കണോളൂ. ഞാൻ എന്തായാലും പറഞ്ഞ് കൊടുക്കുള്ളൂ. ഇതിനാണ് ഇതിന് ഇതുണ്ട്, അല്ല അവിടെ ബട്ടൺ ഉണ്ടാവൂല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ചിലർ ചോദിക്കും ഭയങ്കരായാലും കുഴപ്പമില്ല, എനിക്ക് ഓൺ യൂസിന് തരാം, അങ്ങനെ കൊടുക്കും. സെയിൽ പർപ്പസിനല്ല. അത് കടക്കാര് വരുമ്പോ ബ്രോ ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തോടെ ഞാൻ മൈനറാണ്. അത് കടക്കാര് വരുമ്പോ അവര് പർച്ചേസ് ചെയ്യുമ്പോ അവർക്ക് ഓൺ യൂസിനാണെങ്കിൽ കൊടുക്കുന്ന പറഞ്ഞത് കേട്ടോ, അല്ലാണ്ട് ഡയറക്റ്റ് റീറ്റെയില് വരുന്നവർക്ക് ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോ ഇത് മാത്രം കേട്ടിട്ടുണ്ടാവും വീഡിയോയില്, അത് മാത്രം കേട്ടിട്ട് ഓടി വരുന്നവരുണ്ടാവും. അപ്പൊ ഇത് ഫുൾ ജീൻസിന്റെ കളക്ഷൻസ് അല്ലേ വരുന്നത്. ഇനി സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കും. ഓരോരോ സമയത്ത് ഓരോരോ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ സ്റ്റോക്കും എപ്പോഴും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. മെൻസിന്റെ കളക്ഷൻ മെൻസിന്റെ പറഞ്ഞു തരാൻ, മെൻസിന്റെ പറഞ്ഞു മെൻസ് കൂടുതൽ ചെയ്യുന്നതിന്. സീസൺ ടൈമിലാണ് കൂടുതൽ മെൻസിന്റെ വരുന്നതെന്നാ പറയണത്. അല്ലെങ്കിൽ ഫുൾ ഇവിടെ ലേഡീസിന്റെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഫുൾ ഉള്ളത്. എന്നാലും നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇതൊരു സ്റ്റൈല് മെൻസിന്റെ ഇവിടെ ഈ ഒരു ഡിസൈൻ പോലെ പോക്കറ്റ്, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. മെൻസിന്റെ ഇങ്ങനെ സീസൺ ടൈമിൽ വരുമ്പോഴേ കൂടുതൽ വെക്കുന്നുള്ളൂ അല്ലേ? ഇതൊക്കെ മെൻസിന്റെ കേട്ടോ, അടിപൊളി. ഇതിൻ്റെയൊക്കെ സൈസ് ഇതൊക്കെ ചെറിയ ഉണ്ടെങ്കിൽ അതൊക്കെ നെവർ മൈൻഡ് എന്ന് വെച്ചാൽ വിട്ട് കളയാട്ടോ. ഇത് പക്ഷെ ഡാമേജ് പീസ് ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. ഒക്കെ നല്ല ഫ്രഷ് പീസസ് ആണ് കിട്ടുന്നത്. ഇത് ലേഡീസിന്റെ അല്ലേ? യൂണിസെക്സ് ആണ്. എന്താണ് എന്ത് പെണ്ണല്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ പെണ്ണുങ്ങള് അതിനേക്കാളും അക്രമം ഡ്രസ്സിലൊക്കെ കാണാം റോട്ടിൽ നടക്കുമ്പോ അല്ലേ? അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അടുത്തേക്ക് കിടക്കാം. കാരണം ജീൻസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ടോപ്സ് ഓരോന്നോരോന്നെടുത്ത് കണ്ടാലോ? തീർന്നു പോയിന്ന് വെച്ചാൽ ഇത് സർപ്ലസ് ആയതുകൊണ്ട് കേട്ടോ. ഷീൻ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ആ ബ്രാൻഡിന്റെ ഐറ്റംസ് വരെ ഉണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് നമുക്ക് പിടികിട്ടി. ഇനി അടുത്ത ബ്രാൻഡ് ഏതാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇത് ഷർട്ടുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ. പക്ഷേ ഡിസ്പ്ലേ വെക്കാനായിട്ട് സമയമില്ല അല്ലേ? വാവ്, സൂപ്പർ കളക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളായിരുന്നു കേട്ടോ.
അതാണ് കസ്റ്റമേഴ്സിന് ഇവിടെ വന്നിട്ട് അവർക്ക് നോക്കി സെലക്ട് ആയിട്ട് എടുക്കാം. വന്ന് നേരിട്ട് വന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറോ വന്നിരുന്നിട്ട് ചൂസ് ചെയ്യാം. അതിൽ ഇപ്പം ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ വേറെ വല്ലവരും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് കണ്ടോ വീഡിയോ കോൾ ചെയ്തോ. ഇതിന്റെ ഒരു പീസ് ഉണ്ടാവുള്ളൂ, വൺ സിംഗിൾ പീസ്. നമ്മളൊരു യൂണിക്, നമ്മളൊരു ഒറ്റ പീസാണ്. അപ്പൊ നമുക്കും ഒരു ഒറ്റ പീസ് തന്നെ വേണം അല്ലെ. നമ്മുടെ മുഖച്ചയൊക്കെ ഒന്ന് വേറെ ആർക്കും ഇല്ലല്ലോ, അത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ അതേപോലെ തന്നെ ഡ്രസ്സും ഒന്നിനൊന്നു തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്തേക്ക് കിടക്കാം. ഇത് നമ്മളവിടെ ക്രോഷ്യയിൽ കണ്ടത് അതിന്റെ ഷ്രഗ് കേട്ടോ. അതിന്റെ വെറൈറ്റികൾ ഇവിടെയും കുറെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഷ്രഗില് ആ റഫൽ മോഡലായിട്ട് വരുന്നത്, ലോങ് ഷോർട്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഷ്രഗില് ഇത് നമുക്ക് സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, എല്ലാം സീസണിനുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. കനം എന്ന് വെച്ചാൽ കനം കുറഞ്ഞ കനം കൂടിയത്, പിന്നെ വിന്റർ സീസണിനായാലും സമ്മർ സീസണിനായാലും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. ഇതിന്റെ ക്രോപ്പായിട്ട് ഷർട്ട് മോഡലായിട്ട് ബട്ടൺസ് അടിപൊളി ലോങ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഇട്ട് നടക്കുമ്പോഴില്ല, അതൊക്കെ ഷോറൂമിൽ പീസിൽ ഫ്ലോറിലൊക്കെ സെയിൽ ചെയ്യുന്ന റേറ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും. പക്ഷേ ഇവിടുത്തെ അറിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞെട്ടും. ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ എന്നോട് പറഞ്ഞു ഇനി പറയരുത്, മൂടി വെപ്പിച്ചൊക്കെ എന്താ ചെയ്യുക. അപ്പോൾ അറിയണമെങ്കിൽ മുംബൈ, ഡൽഹി കൊടുക്കണത് അവിടെ കൊടുക്കണം. എനിക്കറിയാം അവിടുത്തെ റേറ്റ്, ഇവിടുത്തെ റേറ്റും അറിയാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു, ഇവിടെ എന്തായാലും പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ വരുന്നുണ്ട് വായിൽ പറയാനായിട്ട് റേറ്റ്. പക്ഷെ എന്താ ചെയ്യുക, നിവർത്തിയില്ല, ഇങ്ങനെ സിബ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ ആ സ്ക്രീനിൽ നമ്പർ ഉണ്ട്. ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ്, നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ. മെറ്റീരിയലിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ്റെ ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഫുൾ ഇരിക്കുന്നത് സർപ്ലസ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ്, വലിയ വലിയ പേര് കേട്ട ബ്രാൻഡഡ് ഐറ്റംസ്. ഞാനിപ്പോൾ അടുത്ത് മുംബൈയിൽ H&M പോയപ്പോൾ അവിടുത്തെ റേറ്റ് കണ്ട് തള്ളിപ്പോയി. ആ സാധനം ഇവിടെ ഇരിക്കിട്ട് ഇവിടുത്തെ റേറ്റ് കണ്ടപ്പോൾ അയ്യോ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കാൻ എന്തിനാ വെറുതെ 15-20 രൂപ ഞാൻ കൊടുത്തിട്ട് അവിടെ 15,000-20 രൂപ കൊടുത്തിട്ട് 2 ഡ്രസ്സ് മേടിച്ചിക്കണു. ഇതാ ലീവ സർട്ടിഫൈ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ സ്ട്രഗില്. ഇതിന്റെയും ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവില്ലല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് ഡിസൈൻസും ഉണ്ട്. കുറേ ഉണ്ട്. തപ്പിയെടുക്കാൻ ഇഷ്ടം പോലെ കാണാണെങ്കിൽ കുറേ ഉണ്ടെന്നോ. എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കും, സെക്ഷൻ ആയിട്ടല്ല ഉള്ളത്, എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളത്. കാരണം വരുന്ന കസ്റ്റമർ ഒക്കെ നോക്കിയെടുത്ത് പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ആകെ ഗുലുമാലായിട്ട് കിടക്കും. കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കസ്റ്റമേഴ്സ് വന്നു എടുത്തു, പിന്നെ പുതിയ മാൽ വന്നു, പുതിയ ലോട്ട് വന്നു, അത് കയറ്റി അങ്ങനെ അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കളക്ഷൻസ് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണാം. ബോഡി കോണ്ടൊക്കെ എവിടേക്ക് ഇരിക്കണ്ടായിരുന്നല്ലോ ഇവിടെ. ഒരു ചാക്കിലുണ്ട്, ഞാൻ കാണിച്ചു. ചാക്ക് എന്തായാലും ഒരെണ്ണം പൊട്ടിക്കാണ്ട് പറ്റില്ല. കാരണം കളക്ഷൻസ് പിന്നെ വേണം. ഈ ചാക്ക് തന്നെ പൊട്ടിച്ചല്ലോ നമുക്ക്. ചാക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതെ, ഇതിവിടെ ഉണ്ട്, അടിയിലുണ്ട്, ഇവിടെ ഉണ്ട് ചാക്ക്, അവിടെ ഉണ്ട് ചാക്ക്. ഇത് തന്നെ ഒരെണ്ണം പൊട്ടിക്കാം നമുക്ക്. ഇത് ഫുൾ ബോഡിക്കോണാണോ? ഇത് നോക്കാം നമുക്ക് എന്താന്ന് നമുക്ക് നോക്കാന്ന്. കാരണം പുതിയ പുതിയ വെറൈറ്റീസ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാം ഫ്രോക്കുകളാ. ഏതെടുത്താലും ഇത്ര റേറ്റ് ഉള്ളൊന്നും പറയാൻ പറ്റില്ല എനിക്ക് കേട്ടോ. പക്ഷെ അടിപൊളി കളക്ഷൻസ്. വാവ്, സൂപ്പർ. ഇതാ ഫുൾ നല്ല വെറൈറ്റി ഫ്രോക്കുകളാണ് കേട്ടുള്ളത്. ഒക്കെ ഒരെണ്ണത്തില് ഒരെണ്ണം ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഷർട്ട്. മിക്സ് ആയിട്ടായിരിക്കും വരാം അല്ലേ? ലോങ് ഷോർട്ട് ഫ്രോക്ക് എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ? കളക്ഷൻസിന് ഒരു കുറവില്ല. ഈ കട എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുൾ നിറഞ്ഞിരിക്കും. കളക്ഷൻസ് വെക്കാനായിട്ടുള്ള ഒരു സമയമില്ല. വരുമ്പോഴേക്ക് ആൾക്കാർ ഈ ചാക്കിന്നൊക്കെ ആൾക്കാർ പൊട്ടിച്ചു കൊണ്ടുപോകൂലേ? ഞങ്ങൾ വരുമ്പോൾ വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിന് ഒരു ബണ്ടിൽ കൊടുക്കും. അവർ നോക്കി സെലക്ട് ചെയ്തിട്ട് അവര് എടുത്തിട്ട് നോക്കിയിട്ട് വേണ്ടപ്പെട്ട കസ്റ്റമർ പറയുമ്പോൾ വന്നവരൊക്കെ വേണ്ടപ്പെട്ട കസ്റ്റമർ. പക്ഷെ ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ നേരം പോക്കിന് വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ നേരം പോക്കിന് വന്നിരിക്കരുത്. ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. എല്ലാവരും എല്ലാം സംസാരിച്ച കമ്പനി ആകുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അവർക്കായിട്ട് പുതിയതും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഫുൾ കളക്ഷൻസ്. എത്ര നേരം വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ഇത് ഫുൾ കാണിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു ഉടുപ്പിന്റെ കളക്ഷൻസിന്റെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴെല്ലാം ചാക്ക് പൊട്ടിച്ച് ഒരുപാടുണ്ട്. ഗോഡൌണിലുണ്ട്, വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഗോഡൌൺ വേറെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എങ്ങനെ വെറൈറ്റികൾ. ഇതൊക്കെ ഇവർക്ക്
ചാക്ക് കണക്കിന് വരുന്ന അതുപോലെ നമുക്കും ഇതുപോലെ തന്നെ ചാക്ക് കണക്കിന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വാലും തുമ്പ എവിടെയാണെന്ന് ഒന്നും ഒരു ഐഡിയയില്ല. ഒക്കെ കയ്യിൽ കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ക്രോപ്പ് ടോപ്പ് ഉണ്ട്, ഉടുപ്പുകൾ, ഫ്രോക്കുകളുണ്ട്. ഇതിൽ കൂടുതലും ഈ ചാക്കിലുള്ളത് ഫ്രോക്കാണ് കൂടുതൽ വരുന്നത്. ഒരു ചാക്ക് കൂടി നമുക്ക് പൊട്ടിച്ചാലോ? ഇതിന്റെ അകത്ത് ഫുള്ളും ഇതാ ഈ ഒരു ചാക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ചാക്കിൽ നിന്ന് ഇപ്പൊ ഈ ഐറ്റംസ് എടുക്കണത് ഇതില് ഫുൾ എന്താ പറയാ, നമുക്ക് ഈ ചാക്കൊന്ന് നോക്കിയാലോ? 2 എണ്ണം ഇതൊക്കെ എന്ത് മോഡലാന്നൊന്നും അറിയാൻ പാടില്ല. എവിടെ നിന്ന് നോക്കിയാലും വാലും തുമ്പ് എങ്ങനെ നോക്കിയാലും എങ്ങനെ ഇടാന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒന്നുകൂടി നിവർത്തിയത്, ഇത് എങ്ങനെ ഇടാന്ന് പെണ്ണുങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് പോലും അറിയില്ല, ഞാനൊരു പെണ്ണായിട്ട് പോലും. പക്ഷെ വെറും ഒരു തുണിയില്ലേ, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എവിടുന്ന് എന്താന്ന് ഒരു ഐഡിയ കിട്ടണ്ടേ? ഇത് കയ്യാന്ന് തോന്നുന്നുണ്ട്. ആ ഷ്രഗ്, യെസ്. അപ്പൊ തല എവിടെ, കൈ എവിടെ? അപ്പൊ ഈ കൈ ഇവിടെ. ഇത് എന്തൊക്കെയോ ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇടുന്നവർക്ക് അതിന്റെ വെറൈറ്റി അറിയുള്ളൂ. എന്തായാലും ഇതുപോലത്തെ കുറെ വെറൈറ്റീസ് സാധനമാണ്. പക്ഷെ അവർക്കൊക്കെ അറിയാട്ടോ ഇതൊക്കെ എന്താന്നുള്ളത്. അറിയാവുന്നവരുണ്ട്, അവരടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെക്കുക. ഷോറൂമിലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് കാണാം. അതുപോലെ ചില സാധനം കണ്ട് കിളി മാറിയിട്ട് എങ്ങനെ ഇടുന്നു. ക്രോഷ്യയിൽ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റി. ചാക്കിന്നാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് എടുക്കുന്നത് ലൈവായിട്ട്. ഇത് ഫ്രഷ് പീസ് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കണം കേട്ടോ. ഇതൊന്നും ഡാമേജ് പീസ് അല്ല, അതൊക്കെ ഫ്രഷ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കണം ലൈവായിട്ടുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്ത് അതെ ഫ്രഷ് ആയിട്ട് ഐറ്റംസ്. ഇതൊക്കെ വെറൈറ്റികളല്ലേ. പിന്നെ സൈസസ് പറയുമ്പോൾ ഇതൊക്കെ ഫ്രീ സൈസസ് ആയിരിക്കും അല്ലേ? എല്ലാത്തിന്റെയും നോക്കി കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് നോക്കി സെലക്ട് ചെയ്താൽ നമുക്ക് സൈസും പറയാൻ പറ്റില്ല. കാരണം ഇത് സർപ്ലസ് ആയതുകൊണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ചാക്കിൽ വരുന്നതൊക്കെ അത് കൂടാതെ പുറത്തിരിക്കണതൊക്കെ അതൊക്കെ വന്ന് നോക്കിയെടുക്കാം. വീഡിയോ കോളും ഉണ്ട് കണ്ടോ. ഇതൊക്കെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഉടുപ്പിന്റെ ഇതില് വേറെ ഉണ്ട് കുറെ കളക്ഷൻസ്. ഇതിലും ഉണ്ട് ഉടുപ്പ്. എങ്ങനെയൊക്കെ ഇടാന്നുള്ളത് ഇടണവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. നമ്മൾ ഇടല് കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഈ ചാക്കിൽ നിന്ന് കുറച്ച് കളക്ഷൻസ് നമ്മൾ കാണിച്ചു. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇനിയും ചാക്കിൽ കളക്ഷൻസ് ഉണ്ട്. ഇതാ ഇതൊക്കെ ഇതാ വലിച്ചു വരി ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ വലിച്ചു വരിയിട്ടല്ല, കസ്റ്റമേഴ്സ് വന്ന് അവിടെ ഇരുന്ന് സെലക്ട് ചെയ്യണതാണ് കേട്ടോ ഓരോന്ന്. ചാക്കിൽ നിന്ന് ഇപ്പം എടുത്തത് അല്ലേ? ഇതൊക്കെ ബോഡിക്കോൺ ഡ്രസ്സസ്. ബോഡിക്കോണിൻ്റെ ഉണ്ട്, നല്ല നല്ല ക്രോഷ്യ വർക്കിലുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബോഡിക്കോണിൽ പല കളേഴ്സ് കിട്ടും കേട്ടോ. ബോഡിക്കോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുപോലെ തന്നെ. ഇതൊക്കെ മിനിയിൽ വരുന്നത്, മിനി, നീ ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത്, ആങ്കിൾ ലെങ്ത്ത്, അങ്ങനെ വെറൈറ്റികൾ. ഇതൊക്കെ ബോഡിക്കോണിൽ. ഇത് ഫ്രണ്ട് മുകളിൽ ക്രോഷ്യ വർക്ക്, അടിയിൽ ഇങ്ങനെ ബോഡിക്കോണിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഇത് സ്ട്രെച്ചബിളാണ് കേട്ടോ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. നല്ല അടിപൊളി ബോഡിക്കോണിൽ നല്ല നല്ല വെറൈറ്റികളുണ്ട്. ചാക്കിൽ നിന്ന് തപ്പിയെടുക്കാം, മീൻ പിടിക്കണ പോലെ അല്ല, നേരത്തെ പറഞ്ഞ പോലെ കൈയിട്ട് ഇളക്കണ്. അതെ, എത്ര സൈസിൽ വേണമെങ്കിലും അത് ഇവിടുന്ന് കടയിൽ വീണ്ടും പറയണേ, എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഞങ്ങൾ സെറ്റാക്കി തരും. അതിന് മാറ്റി തരുന്നതായിരിക്കും. ഏതാ റേറ്റ് എന്ന് വെച്ചാൽ ആ റേറ്റിനനുസരിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കൊറിയറാണെങ്കിൽ നിങ്ങൾ അടുത്ത പീസ് കൂടുതൽ എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം എക്സ്ട്രാ കയറ്റി വിടും അല്ലേ? അല്ല, ഇപ്പോൾ അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ആ റിട്ടേൺ പീസ് കൊണ്ടുവന്നാൽ മതി. ഡാമേജ് ആയിട്ടുള്ളത് അതിന് വരെ ഞങ്ങൾ സെയിം പ്രൈസിനുള്ള. പിന്നെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾ ആ പാക്ക് പൊട്ടിക്കുമ്പോൾ എന്ന് വെച്ചാൽ കൊറിയർ പൊട്ടിക്കുമ്പോൾ ഒന്ന് വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി ഇട്ടിട്ട് ലൈവായിട്ട് ഒരു റെക്കോർഡ് വെക്കുക. കാരണം ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടി. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചിലർ കയ്യിൽ കിട്ടിയിട്ടും കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ സത്യസന്ധമായിട്ട് കളിച്ചാലും കുറെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ നിന്നും അവർ സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡ് ഓൺ ആക്കി വെക്കുക. ബാക്കിയൊക്കെ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ബോഡിക്കോണിൽ നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത്. നല്ല നല്ല മിനിയിലുണ്ട്, ലോങ്ങിലുണ്ട്. ഇതൊക്കെ തീരില്ല. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ടവലിന്റെ അല്ലെങ്കിൽ കർച്ചീഫിന്റെ പോലെ തോന്നുള്ളൂ. പക്ഷെ ഇട്ട് വരുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ. ബോഡിക്കോണിൽ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ടോപ്സ് ആണ് അല്ലേ? ഈ ഇരിക്കുന്നത് മൊത്തം ഒക്കെ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവില്ല. കസ്റ്റമേഴ്സ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന്
ഇതൊക്കെ കസ്റ്റമേഴ്സ് വന്ന് ചൂസ് ചെയ്ത് അങ്ങനെ സെലക്ട് ആക്കി കുറെ എടുത്ത് വെച്ചിട്ടുള്ളത്, കുറെ ബണ്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ദീ കിടക്കണത് അല്ലേ, ഇതിവിടെ ദീ കാണുന്ന ചാക്കിന്റെ മുകളിൽ കിടക്കണത് ഫുൾ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ആരോ. അപ്പോൾ അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാണെങ്കിൽ ഇഷ്ടം പോലെ കാണാനുണ്ട്, പക്ഷെ എല്ലാം കാണിക്കാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു ഫ്രോക്ക് ഇതൊക്കെ അല്ലേ പാർസൽ അയക്കാനുള്ളതാണ്. ഓ, വീഡിയോ കോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പോവാനുള്ള പീസുകളായിരിക്കും. അപ്പൊ 50 പീസെങ്കിലും ചുരുങ്ങിയത് വേണം. അപ്പൊ 50 പീസെങ്കിലും വേണം. ഇന്ത്യയിലല്ല, വേൾഡിൽ എവിടെ വേണമെങ്കിലും അയക്കും. പക്ഷെ വേൾഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്നാലും ആൾക്കാര് എന്നെ ട്രോളല്ല, ഞാൻ പാവ അല്ല. അവിടുന്ന് ഇവിടേക്ക് അയക്കും, ഇവിടുന്ന് അയക്കും ഒക്കെ സമ്മതിച്ചു. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അവിടേക്ക് വേണമെങ്കിൽ അവിടേക്ക് അയക്കാലോ. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, സംഭവം പുറത്തത്തെ ഐറ്റംസ് ഇമ്പോർട്ടഡ് ഐറ്റംസ് തന്നെയാണ്. എന്നാൽ പോലും ചില സ്ഥലത്ത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് നമുക്ക് ട്രോളാൻ നിൽക്കണ്ട കേട്ടോ. ട്രോളാൻ പറ്റിയ സാധനമാണ്. അപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു തരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒരു തമാശയുണ്ട്, എന്തെങ്കിലുമൊക്കെ വെടിത്തരങ്ങളൊക്കെ പറഞ്ഞാലല്ലോ ആൾക്കാർ കണ്ടിരിക്കണം. ഇതിട്ടാണ് അവർക്ക് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇടാൻ അങ്ങോട്ട് നോക്കട്ടെ എന്താന്നുള്ളത്. അപ്പൊ എന്നെ വേണ്ട കേട്ടോ, അപ്പൊ എന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ എടുത്തോ ട്രോളാനായിട്ട്. അപ്പൊ വെറുതെ ഒന്ന് തമാശയ്ക്ക് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കളക്ഷൻസ് അയച്ചു തരുന്നതായിരിക്കും. 50 പീസെങ്കിലും മിനിമം എടുക്കണം. GST ബില്ലുണ്ട്, എല്ലാം ഫുള്ളും ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ എല്ലായിട്ട് 170 ആണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നാളേക്ക് എത്ര റേറ്റ് ആവുന്ന ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഇമ്പോർട്ടഡ് സർപ്ലസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാ വരെ എപ്പോഴാ പോവാ എന്താ ഐറ്റംസ് ഇരിക്കണത് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ബോഡിക്കോൺ എപ്പോഴും ഉണ്ടാവും, അത് ട്രെൻഡ് മാറില്ല. കിട്ടിയില്ലേ? 6 മാസം മുമ്പാണ് സ്റ്റോക്ക് കിട്ടിയത്. സ്റ്റോക്കാണ്. അപ്പൊ ഇനി എപ്പോഴാ കിട്ടാന്ന്. പക്ഷെ ബോഡിക്കോൺ എപ്പോഴും ട്രെൻഡ് ഉള്ളതല്ലേ, എപ്പോഴും ഫ്രോക്ക് അവൈലബിൾ ആയിരിക്കും, ടോപ്സ്, ലോങ് ടോപ്പ് അങ്ങനത്തെ. അപ്പൊ എന്തൊക്കെയാണ് അവൈലബിലിറ്റി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം. സ്കേർട്ടുകൾ, കൊറിയൻ സ്കേർട്ട് മിനി ആയിട്ടുള്ളത്, മിനി ലെങ്ത്, അതൊക്കെ ഒരു അവസരത്തിൽ ഒരു ട്രെൻഡ് ആയിരുന്നു. പല സൈസില് കുറെ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞപ്പോ മൈൻഡിലൊരു ഐഡിയ. അപ്പൊ വീഡിയോ കോൾ ചെയ്യാം. അതുപോലെ നേരിട്ട് വരണമെങ്കിൽ ഇത് കേരളത്തില് എറണാകുളത്ത് കളമശ്ശേരിയിൽ KMT ജംഗ്ഷന്റെ അടുത്തായിട്ടാണ് നമുക്ക് സോഷ്യൽ ചർച്ചാണ്, പള്ളിയാണ്. അത് കൂടാണ്ട് നമുക്ക് രത്നഗിരി സ്കൂളും കൂടി വരുന്നുണ്ട്. രത്നഗിരിയിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മ വെച്ചാൽ ട്രെയിൻ പോകുന്നുണ്ട് അവിടുന്ന്. അതാണ് രത്നഗിരി ട്രെയിൻ എന്നുള്ളത് ഓർമ്മ വന്നത്. രാജഗിരി സ്കൂള്, അതുപോലെ തന്നെ രാജഗിരി വഴി അല്ലെ അതിന്റെ അടുത്തായിട്ട്. അപ്പൊ രത്നഗിരി ട്രെയിനും അതിന്റെ സൈഡിൽ കൂടെ പോകുന്നതായിരിക്കും. പിക്ക് ചെയ്യും. കാലിക്കട്ട് പാലക്കാട് രാവിലെ കസ്റ്റമർ അവർ ചിലപ്പോൾ വെളുപ്പിന് 6:30 എത്തണം. പിക്ക് ചെയ്ത് അപ്പൊ രാവിലെ 10:30 തൊട്ട് 7 മണി 7:30 കസ്റ്റമേഴ്സ് അങ്ങനെ വിളിക്കുകയാണ്. നമ്മൾ എന്തായാലും നിന്നോളൂ. സൺഡേ ഉണ്ട് കേട്ടോ. അപ്പൊ എപ്പോ വേണമെങ്കിലും വന്നാലും വിളിച്ചിട്ട് വന്നോളൂ. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് ഉള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇത് കാരണം ഇത് സർപ്ലസ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കളക്ഷൻസ് എന്താന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. നാളേക്ക് എന്താ വരാന്നുള്ളതും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ കാണിക്കണത് അത് ചിലപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴേക്കും സെയിലായി ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. അതന്നെ ഞാൻ പറഞ്ഞ ലൈവായിട്ട് കുറെ ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. കുറെ സമാധാനമായിട്ട് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ഓരോന്നോരോന്ന് ഇരുന്ന് സെലക്ട് ചെയ്യണത്. അപ്പോൾ അതിനുള്ള ടൈം കണ്ടെത്തിയിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടഡ് സർപ്ലസ് കൊറിയൻ ഐറ്റംസ് കേട്ടോ. എല്ലാം തരം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.